അറിഞ്ഞല്ലോ അല്ലേ? അതായത് നമ്മുടെ ഷഹനാസിനെതിരെ ഒരു പരാതി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈസൻസിൽ പ്രിയ എന്ന പേര്, പാസ്പോർട്ടിൽ ഷഹനാസ്, വിദേശ യാത്രയടക്കം സംശയകരം. ഷഹനാസിനെതിരെ പരാതി എസ് പിക്ക് കൈമാറി. പപ്പപ്പപ്പപ്പപ്പേ. ഇനിയെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരെ, ഒരു വ്യാജ പീഡന കേസിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെ നിങ്ങൾ പുറത്താക്കിയില്ലേ? എന്തുകൊണ്ടാണോ ഇങ്ങനെ ഒരുപാട് അലിഗേഷൻസാ വന്നിട്ടുള്ളത്? ഒരു പാവപ്പെട്ട മനുഷ്യൻ കഷ്ടപ്പെട്ട് എഴുതിയ ഒരു പുസ്തകത്തിന്റെ മൊത്തത്തിൽ അടിച്ചു മാറ്റിയിട്ട് പേര് മാത്രം മാറ്റിയിട്ട് വലിയ നേട്ടങ്ങൾ നേടിയ ആളാണ് എവിടെ? കോൺഗ്രസ് പാർട്ടിയിൽ എന്നുള്ളതാണ്. അങ്ങനെ ഉടായ്പ് കാണിക്കുന്ന ആളുകൾക്കൊക്കെ കോൺഗ്രസിൽ സീറ്റ് കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ കുറെ ആളുകളുടെ ലിസ്റ്റ് ഞാൻ ഇട്ട് തരാം. അവർക്കൊക്കെ നിങ്ങൾ കൊടുക്കണം കോൺഗ്രസിൽ സീറ്റ്, അതേപോലെ തന്നെ കോൺഗ്രസിൽ മെമ്പർഷിപ്പും. ഇത് വല്ലാത്ത അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. എനിക്കൊരു പാട്ടാണ് ഓർമ്മ വരുന്നത്. ഇവൾ എനിക്കെന്തേ പ്രിയങ്കരി, ഹോ നെഞ്ചിൽ ഞാൻ ചേർക്കും പ്രിയങ്കരി. എന്ത് ചെയ്താലും കുഴപ്പമില്ല. യൂത്ത് കോൺഗ്രസ് ഷഹനാസിനെ വിടാൻ പരിപാടിയില്ല മക്കളെ, അത് ഒരിക്കലും ഉണ്ടാവൂല. അതാണ് ഞാൻ ആ പാട്ട് പാടിയത്. ഇവൾ എനിക്കെന്തേ പ്രിയങ്കരി. അതുകൂടാതെ വേറൊരു വരിയും കൂടി ഉണ്ട്, അത് ഞാൻ പാടുന്നില്ല. അതായത് ഇങ്ങനൊക്കെ ഉളത്തരം കാണിച്ചിട്ട് ഉളുപ്പില്ലാതെ ഡയലോഗ് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത്. എന്തായാലും നമ്മൾ സമയം കളയണ്ട, ഏഷ്യാനെറ്റ് പുറത്തുവിട്ട ആ വാർത്ത ഒന്ന് കേൾപ്പിക്കാം. വായിച്ചുതരാം. യൂത്ത് കോൺഗ്രസ് നേതാവ് ഷഹനാസിനെതിരെ കള്ളപ്പണ ഇടപാട് ആരോപണവുമായി കോൺഗ്രസ് പ്രവർത്തകൻ നിയാസ് മലബാറി പരാതി നൽകി. ഷഹനാസ് പല പേരുകളിൽ ID കാർഡുകൾ ഉപയോഗിക്കുന്നുവെന്നും വിദേശയാത്രകളുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നുവെന്നും പരാതിയിൽ. അടിപൊളി. പല പേരുകളിൽ എങ്ങനെയാടോ ഗവൺമെന്റ് ഡാറ്റാസിൽ നമ്മുടെ പേര് കുത്തിക്കയറ്റാൻ പറ്റുക? ആധാർ കാർഡിലും അല്ലെങ്കിൽ പാസ്പോർട്ടിലും ഇതിലൊക്കെ എങ്ങനെ മാറ്റാൻ കഴിയാൻ പറ്റുമോ? എനിക്കറിയില്ല കേട്ടോ. ബാങ്കിൽ എങ്ങനെ മാറ്റാൻ കഴിയുന്നു? ആധാർ കാർഡ്, പാൻ കാർഡ് ഒക്കെ ലിങ്ക്ഡ് ആയിരിക്കും നമ്മുടെ അക്കൗണ്ടുകളൊക്കെ അല്ലെ. എന്തായാലും കൊള്ളാം. ആളെന്തായാലും പരാതി കൊടുത്തിട്ടുണ്ട്. ആൾക്കെതിരെ മറ്റൊരു പരാതി അവിടുന്ന് പൊട്ടിച്ചേച്ചി കൊടുത്തത് കൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ചേട്ടായി കൊടുത്തതാണ്. വായിച്ചു തരാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യ വിമർശനവുമായി രംഗത്ത് വന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ഷഹനാസ് കള്ളപ്പണ ഇടപാട് നടത്തുന്നതായി സംശയമെന്ന് പരാതി. കാസർഗോഡ് സ്വദേശിയും കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുമായ നിയാസ് മലബാറിയാണ് പരാതിക്കാരൻ. ഒരേ പേരിൽ പല ID കാർഡുകൾ ഷഹനാസ് കൈവശം വെക്കുന്നുവെന്നും ചെറിയൊരു പബ്ലിക്കേഷൻ സ്ഥാപനം നടത്തുന്ന ഇവർ പതിവായി വിദേശയാത്ര നടത്തുന്നുവെന്നും പരാതിയിൽ ആരോപണമുണ്ട്. തമ്മി തല്ലാണ് കേട്ടോ. യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ ഒരു പരിഹാരം കാണുക. ഇവിടെ ഷഹനാസ് കാണിച്ചു കൂട്ടിയ എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പേരുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. എന്റെ പൊന്നു സഹോദരന്മാരെ, നേതാക്കന്മാരെ, നിങ്ങൾക്ക് വോട്ട് കുറയണ്ടെങ്കിൽ യുക്തിപരമായിട്ട് നല്ല നിലപാടെടുക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. വിദേശയാത്രകളുടെ മറവിൽ കള്ളപ്പണ ഇടപാട് നടത്തുന്നുവെന്ന് സംശയമുണ്ടെന്നാണ് പ്രധാന ആരോപണം. പല പേരുകളിൽ ID കാർഡുകളും നമ്പറുകളും വിശദാംശങ്ങളും സഹിതമാണ് നിയാസ് മലബാറി സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. ID കാർഡ്, നമ്പർ, മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിയാസ് മലബാറി രണ്ടും കൽപ്പിച്ചിട്ടാണ്. കുറെ ദിവസങ്ങളായിട്ട് ഒരുപാട് ഡാറ്റാസ് പുറത്തു വിടുന്നുണ്ട്. അതിനിടയിൽ എന്തോ ഒരു കല്യാണം കഴിഞ്ഞ് കുഞ്ഞുണ്ടായ സമയത്ത് സ്കൂളിൽ പോയി അങ്ങനെ എന്തോ ഒരു സംഭവം കൂടി ഞാൻ കണ്ടു. അത് +2 പഠിക്കുമ്പോഴോ കോളേജിൽ പഠിക്കുമ്പോഴോ അറ്റം. എന്നിട്ട് മറ്റൊരാളുമായി പ്രണയം അങ്ങനെ എന്തൊക്കെ പറഞ്ഞാൽ കേട്ടോ, വ്യക്തമായിട്ട് ഓർമ്മയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ പരാതിയിൽ അന്വേഷണം നടത്തുന്നതിനായി കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി കൈമാറിയതായി DGPയുടെ ഓഫീസിൽ നിന്നുള്ള അറിയിപ്പ് നിയാസ് മലബാറി ലഭിച്ചു. എന്റെ പൊന്നെ, അങ്ങോട്ട് എത്തിയാ ഈ പെട്ടിന്റെ പണിയാണല്ലോ. എന്തായാലും പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടൊന്ന് പറഞ്ഞുതരാം. കോഴിക്കോട് ഫറോക്ക് സ്വദേശി ഡോക്ടർ സിജേഷ് എന്നയാളുടെ ഭാര്യയും മക്ബാത്ത് പബ്ലിക്കേഷൻ ആൻഡ് മീഡിയ LP എന്ന സ്ഥാപനത്തിന്റെ പാർട്ണറായ മുരിയാട് അറക്കൽ ഷഹനാസ് എന്ന ഷഹനാസ് പല വിധത്തിലുള്ള IDകൾ ഉപയോഗിക്കുന്നതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ പാൻ കാർഡിലും പാസ്പോർട്ടിലും മുരിയാട് അറക്കൽ ഷഹനാസ് എന്ന പേര് ഉപയോഗിക്കുന്നു. എന്നാൽ അവരുടെ കൈവശമുള്ള ഡ്രൈവിംഗ് ലൈസൻസിൽ പ്രിയ സിജേഷ് എന്ന പേരാണ് ഉപയോഗിക്കുന്നത്. ലൈസൻസിൽ ഭർത്താവിന്റെ അഡ്രസ്സും അവരുടെ ജനനതീയതും അവരുടെ ഫോട്ടോയും ഉപയോഗിച്ചിരിക്കുന്നു. അവരുടെ ഗൂഗിൾ പേയിലേക്ക് പണം അയക്കുമ്പോൾ 2023 ബാങ്കിംഗ് നെയിം പ്രിയ സിജേഷ് എന്നായിരുന്നു. ഇതെല്ലാം സംശയകരമാണ്. ഇവരുടെ ഇടപാടുകൾ ദുരൂഹമാണ്. ഇവർ എപ്പോഴും വിദേശയാത്ര നടത്തുകയും അവിടെ ബിസിനസ് ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ചെറിയ ഒരു പബ്ലിക്കേഷൻ സ്ഥാപനം നടത്തുന്നത് തന്നെ കള്ളപ്പണ ഇടപാടിന് മറയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അവർ അതിന്റെ സൗകര്യത്തിന് വേണ്ടിയാണ് പല ID കാർഡുകൾ ഉപയോഗിക്കുന്നതും ആ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നതും. ഈ വിഷയത്തിൽ അങ്ങയുടെ ശ്രദ്ധ പതിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇതിൽ അങ്ങയുടെ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു.
അതേസമയം ഈ പരാതിയിൽ പോലീസ് കേസെടുത്തതായി വിവരമില്ല. പരാതിയിൽ ആരോപിച്ച ഷഹനാസിന്റെ പകർപ്പ് കൈവശം ഉണ്ടെന്നും പോലീസ് മൊഴിയെടുക്കുമ്പോൾ തെളിവ് കൈമാറുമെന്നും നിയാസ് മലബാർ ഏഷ്യാനെറ്റ് ന്യൂസ് ഓൺലൈനോട് പറഞ്ഞു. നമ്മൾ പാസ്പോർട്ട് എടുക്കുന്ന സമയത്തോ ആധാർ കാർഡ് എടുക്കുന്ന സമയത്തോ വ്യക്തമായിട്ടുള്ള ഡാറ്റ കൊടുക്കണം അല്ലെ. നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കണം. ഇപ്പൊ ആധാർ കാർഡിലുള്ളതാണെന്നുണ്ടെങ്കിലും SSLC ബുക്കിലുള്ളതാണ് എങ്കിലും അഡ്രസ്സുകൾക്ക് മാറ്റം വന്നാൽ അത് പാസ്പോർട്ടിനെ വലിയ രീതിയിൽ ബാധിക്കാറുണ്ടെന്നുള്ളതാണ്. ഇവിടെ ഇപ്പൊ NRC ഒക്കെ നടപ്പിലാക്കി കഴിഞ്ഞാൽ പല ആളുകളും കുടുങ്ങുമെന്ന് പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. കൃത്യമായ അഡ്രസ് ഡാറ്റ അല്ലേ കൊടുക്കുന്നേ, അതൊക്കെ വലിയ തെറ്റാണ്. ഇനി ഇവർക്കെതിരെ മുന്നേ വന്ന ഒരു ആരോപണം ഉണ്ട്, എല്ലാരും ഇങ്ങനെ ഇടക്കിടക്ക് പറയുമല്ലോ, ആരുടെയോ പുസ്തകത്തിൽ നിന്നുള്ള എന്തൊക്കെ കട്ടു എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞുതരാം. MA ഷഹനാസിന്റെ നിശബ്ദതയുടെ തീരങ്ങളിൽ എന്ന നോവൽ പുറത്തു വന്നപ്പോൾ തന്നെ വായനക്കാർക്ക് അതിലെ പല ഭാഗങ്ങളും അപരിചിതമായി തോന്നിയില്ല. പ്രശസ്ത കഥാകൃത്ത് വൈശാഖൻ എഴുതിയ അപ്പുണ്ണിയും അമ്മു എന്ന നോവലിലെ വരികൾ അതേപടി പകർത്തി എഴുതി എന്നതായിരുന്നു ഇതിലെ ഏറ്റവും വലിയ ഗൗരവം. ഭാഷയും ശൈലിയും, അതായത് കേവലം കഥാതന്തു മാത്രമല്ല, സംഭാഷണങ്ങളും വിവരണങ്ങൾ പോലും മാറ്റമില്ലാതെ ഉപയോഗിച്ചു എന്നതാണ് ഇതിനെ സാഹിത്യമോഷണം എന്ന നിലയിലെത്തിച്ചത്. ആ ഒരു സമയത്ത് ഇവര് അടിച്ചിറക്കിയ എല്ലാ പുസ്തകങ്ങളും ക്യാൻസൽ ചെയ്തു, വിറ്റ പുസ്തകങ്ങൾ തിരിച്ചെടുത്തു, അതിനുശേഷം നല്ല 8ന്റെ പണിയും കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ എന്ത് ഊളത്തരൊക്കെ കാണിച്ചിട്ടുള്ളത്. IASന്റെ ഒരു ഭാഗത്ത്, അതേപോലെ ID കാർഡിന്റെ മറ്റൊരു ഭാഗത്ത്, പിന്നെ തന്നോട് മോശപ്പെട്ട രീതിയിൽ മെസ്സേജ് അയച്ച ആൾക്ക് ക്ഷണം, ദുബായിലോട്ട് പോകാം, ഇങ്ങോട്ട് വരൂ, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളോട് ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിയാസ് മലബാർ എന്ന് പറയുന്ന വ്യക്തി കൊടുത്ത കേസ് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. അതായത് ഭർത്താവിന്റെ പേര് എന്താ, സിജേഷ് അങ്ങനെ എന്തോ ആണ് തോന്നുന്നു. അവരുടെ പേര് ചേർത്ത് വെച്ചുകൊണ്ട് ഇപ്പൊ നമ്മളിപ്പോ പാസ്പോർട്ടിൽ ചേർക്കൊക്കെ ചെയ്യാം, പക്ഷെ അതിൻ്റെതായ നിയമ കാര്യങ്ങളും ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട് എല്ലാം വ്യത്യസ്തമായിരിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും കള്ളപ്പണ ഇടപാടും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ആൾ ചൂണ്ടിക്കാണിക്കുന്നത്. സത്യാവസ്ഥ എന്താണെന്ന് പോലീസുകാർ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ്. നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക. നിരന്തരമായി നിയാസ് മലബാറി ഓരോരോ കാര്യങ്ങൾ പുറത്തേക്ക് വിടുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇതിൽ ഇടപെടൽ നടത്തുന്നത് കാണുന്നില്ല. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ മിണ്ടുന്നില്ല. ഒരുപാട് ആരോപണങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത് തമ്മിൽ ഇങ്ങനെ തല്ലി തീർക്കാനുള്ളതല്ല, അത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. രമ്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും പരിഹരിക്കാനുള്ള ഒരു കഴിവ് നേതാക്കന്മാർക്ക് ഇല്ല എങ്കിൽ അണികളായ ആളുകൾ എന്ത് ചെയ്യുന്നറിയോ? അവർ വോട്ട് ചെയ്യില്ല, അവർ ഒഴിഞ്ഞു മാറി പോകുന്നുള്ളതാണ്. ഒരു കൂട്ടം പാലക്കാടിലുള്ള ആളുകൾ പറയുന്നു, കോൺഗ്രസ് ഈ മനുഷ്യനെ പുറത്താക്കിയാൽ പോലും ഞങ്ങൾ വോട്ട് ചെയ്യുന്ന പറയുന്നത്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്നാൽ പോലും വോട്ട് ചെയ്യുന്ന പറയുന്നത്. അതേ സ്ഥാനത്തേക്ക് MA ഷഹനാസിനോട് ധൈര്യമുണ്ടെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനും പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് തമ്മി തല്ലുന്ന രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. മുതിർന്ന നേതാക്കന്മാർ ഈ കാര്യത്തിൽ കൃത്യമായി തീരുമാനമെടുത്തില്ലെങ്കിൽ അത് ഈ രാഷ്ട്രീയ പാർട്ടിക്ക് തന്നെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇവിടെ ഇപ്പോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി 3ാം ഭരണത്തിലേക്ക് കയറാനുള്ള പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരൊരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭരണത്തിലിരിക്കുമ്പോൾ എന്തെങ്കിലും ഊളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത രീതിയിൽ ഇവിടെ പെണ്ണ് കേസും മറ്റുള്ള കാര്യങ്ങളാണ് ചർച്ചയായി വരുന്നത് എന്നുള്ളതാണ്. അതിന് മാറ്റങ്ങൾ വരുത്തണം. ഇപ്പൊ നിയാസ് മലബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു നേതാവാണ്. ആ ഒരു നേതാവ് നിരന്തരമായി ഇത്തരം കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യം നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് നിങ്ങൾ എന്തുകൊണ്ട് രമ്യമായ രീതിയിൽ പരിഹരിക്കുന്നില്ല? ഇത് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ദോഷം ചെയ്യുന്ന കാര്യമാണ്. നിയമസഭ ഇലക്ഷൻ വരുന്ന സമയത്ത് എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, എന്താണ് നിങ്ങൾ പറയാൻ കഴിയുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിലിനെ അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയിൽ നിന്ന് മാറ്റുന്നു. അതേ നിലപാട് തന്നെ എന്തുകൊണ്ട് ഷഹനാസിന്റെ കാര്യത്തിൽ നിങ്ങൾ എടുക്കുന്നില്ല? എന്തുകൊണ്ട് എടുക്കാൻ കഴിയുന്നില്ല? വലിയ ചോദ്യമാണ്. ഇപ്പൊ എനിക്ക് ഈ കാറിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നതിൽ വലിയ അർത്ഥമില്ല എന്ന് അറിയാം. കാരണം അത്രമാത്രം വലിയ നേതാക്കന്മാർ തന്നെ ഈ ഒരു വിഷയത്തിൽ ഷഹനാസിനെതിരെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ പറഞ്ഞിട്ടും അവിടെ ഇളക്കാനൊന്നും പോകുന്നില്ല എന്ന് വ്യക്തമായിട്ടറിയാം. പക്ഷെ അണികൾക്ക് കൃത്യമായിട്ട് ഈ കാര്യത്തിൽ ഇടപെടലുകൾ നടത്താൻ കഴിയും. നിങ്ങളെല്ലാവരും ചേർന്നുകൊണ്ടാണ് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടാവുന്ന തെറ്റുകൾ തിരുത്തേണ്ടത്. ഓരോ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ തന്നെയാണ് ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടത്, അല്ലെ? ഈ വിഷയത്തിൽ എന്തായാലും ശരിയായ രീതിയിലുള്ള ഒരു നടപടിയാണ് എടുക്കേണ്ടത്. MA ഷഹനാസിനെയൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത്രമാത്രം ജനങ്ങൾ ഈ വിഷയത്തിൽ അവർക്ക് എതിരെയാണെന്നുള്ളതാണ്. ഇപ്പൊ നിരന്തരം പരിഹസിച്ചുകൊണ്ടൊക്കെ ഒരു പോസ്റ്റ് അവർ ഇടുന്നത് ഞാൻ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും ഓരോ ദിവസം ആളുകളിനെ പുറത്തേക്കിങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. എല്ലാ മനുഷ്യന്മാർക്കും പാസ്റ്റിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അതൊക്കെ ഭാവിയിൽ പുറത്തു വരുന്ന കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മളോട് മോശപ്പെട്ട രീതിയിൽ ഒരാൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ പാലും വെള്ളം വാങ്ങി തരാങ്ങുവാന്ന് പറഞ്ഞാൽ ആരും വിളിക്കൊന്നുമില്ല.
അത് ആളുകളൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാന്നുള്ളതാണ്. തെറ്റ് ചെയ്ത ആളുകളെ നമ്മൾ ചേർത്ത് വെക്കാറില്ല അല്ലെ. പിന്നെ അയാൾക്ക് തെറ്റ് തിരുത്തേണ്ട അവസരം കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായിട്ടുള്ളത്? മോശപ്പെട്ട രീതിയിൽ മെസ്സേജ് അയച്ചു, അതോട് കൂടിയിട്ട് അവസാനിച്ചു നമ്മൾ വിചാരിക്കും. പക്ഷെ അതിനുശേഷം അതിജീവിതമാർക്കെതിരെ പരാതി കൊടുക്കാനൊക്കെ ഇവർ മുന്നിൽ നിന്ന് സംസാരിച്ചു എന്നാ പറയുന്നത്. തെളിവ് വേണമെങ്കിൽ ഞാൻ അങ്ങ് കാണിച്ചു തരാമെന്ന രാഹുൽ മാങ്കൂട്ടത്തിലും പറയുമ്പോൾ ഇവര് പുച്ഛിച്ച് തള്ളുക എന്നുള്ളതാണ്. അതിനാണ് 10 കോടി രൂപ മാനനഷ്ട കേസൊക്കെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഇവര് തന്നെ ആവശ്യമില്ലാതെ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും കൊണ്ടും കരിവാരി അറിയേണ്ട കാര്യം എന്നുള്ളത്. നിങ്ങളൊക്കെ ഒരേ രാഷ്ട്രീയ പാർട്ടിക്കാരല്ലേ, നിങ്ങളെല്ലാം അങ്ങോട്ട് കൊണ്ട് പറഞ്ഞ് തീർക്കേണ്ടത്. ഇത് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എന്തിനാണ് ആ രാഷ്ട്രീയ പാർട്ടിനെ കൂടി നാറ്റിക്കുന്നത്? ഇനി ജനങ്ങൾ ഇത് കണ്ട പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോൺഗ്രസ് പാർട്ടി എങ്ങനെയാന്നുള്ളതാ, ആ രീതിയിലേക്കാണ് മാറേണ്ടത്. ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ ആ പാർട്ടിയുടെ മുഴുവൻ തലയിലേക്ക് വെച്ച് കെട്ടുന്ന രീതിയിലേക്ക് മാറരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. ബോധമുള്ള വിവേകമുള്ള നേതാക്കന്മാർ ഈ വിഷയത്തിൽ കൃത്യമായി നടപടിയെടുക്കുക. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.